19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി മുതൽ 1920 വരെ പ്രദേശത്തിൻ്റെ ഏക അത്താണിയും മതകീയ ചുറ്റുപാടുകൾക്ക് ഊർജം പകർന്ന മഹിതസ്ഥാനവുമായിരുന്നു ചാലിയം വലിയ ജുമുഅത്ത് പള്ളി. കുറുവങ്ങോത്ത് നിവാസികൾക്ക് ചാലിയം പള്ളി ഏക ആശ്രയമായിരിക്കെ 1920-കൾക്കു ശേഷം കൈരളിയുടെ സമുന്നതനായ നേതാവ് മമ്പുറം തങ്ങളുടെ പുണ്യകരങ്ങൾ കൊണ്ടാണ് കുറുവങ്ങോത്ത് പള്ളിയുടെ പ്രഥമ രൂപമായ ഒരിടത്തരം ശ്രാമ്പ്യപ്പള്ളിക്ക് തറക്കല്ല് പാകുന്നത്. പുഞ്ചപ്പാടത്ത് പണി കഴിപ്പിച്ച പള്ളിയുടെ ഭരണം കാലാകാലങ്ങളായി നേതൃപാടവമുള്ള ഒരുപാട് പേരുടെ ശുദ്ധകരങ്ങളിലൂടെ കൈമാറിപ്പോന്നു. പിൽക്കാലത്ത് കുറുവങ്ങോത്ത് ചരിത്രത്തിന്റെ നാഴികക്കല്ലെന്നോണം പകര ഹാജി കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ മഹല്ലിൽ കമ്മിറ്റി രൂപീകരണത്തിന് നേതൃപദവി അലങ്കരിച്ചു. ആണ്ടുകളുടെ സേവനങ്ങൾ ആ മഹാന്റെ ഉദാരതയായി കുറുവങ്ങോത്ത് പള്ളി ഏറ്റുവാങ്ങി. കോണോമ്പാറ പി കെ അബ്ദുള്ള മുസ്ലിയാർ, അബ്ദുറഹ്മാൻ മുസ്ലിയാർ, തൊടിയൂർ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ മഹത്തുക്കളിലൂടെ പിൽക്കാലത്തെ മഹല്ലിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് ജീവൻ കൊണ്ടത്. പള്ളിയുടെ ശോഷിച്ച അവസ്ഥകൾ മനസ്സിലാക്കിയ തൊടിയൂർ ഉസ്താദിന്റെ കാർമ്മികത്വം പുതുക്കിപ്പണിയലിന്റെ മാർഗം തേടി. സാമ്പത്തിക ബാധ്യതകൾ കണക്കിലെടുത്ത് വെയിലും മഴയും വകവെക്കാതെ ആ മഹാൻ കുറുവങ്ങോത്ത് പള്ളിയുടെ സാഫല്യത്തിനായി ഓടി നടന്നു. പുതിയ പള്ളിയുടെ തിരുദർശനം തേടിയെത്തിയ സ്ത്രീകൾ അക്കാലത്തെ ചരിത്രത്തിന്റെ ഭാഗമാണ്. കൈമേയ് മറന്നു നൽകിയ ദാനത്തിന്റെ ഭാഗമായി മഹല്ലത്തിൽ പുതിയ ഉച്ചഭാഷിണി സജ്ജീകരിക്കപ്പെട്ടതും ചരിത്രശേഷിപ്പുകളിൽ ഇന്നും മായാതെ കിടക്കുന്നു. പരിവർത്തനങ്ങളുടെ ആക്കം കൂടിക്കൊണ്ടിരിക്കെ തടസ്സങ്ങളുടെ കൂമ്പാരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പ്രദേശത്ത് പ്രസിദ്ധമായിരുന്ന കാളപ്പൂട്ട് അവയിലൊന്നായിരുന്നുവെങ്കിലും അതിനെ യുക്തിഭദ്രമായി കൈകാര്യം ചെയ്യുകയായിരുന്നു കോളമ്പാറ പി കെ അബ്ദുള്ള മുസ്ലിയാർ എന്ന വിവേകശാലിയായ മനുഷ്യൻ. കുറുവങ്ങോത്ത് മഹല്ലിലേക്ക് ഒരു നിയോഗം പോലെയായിരുന്നു അബ്ദുൽ ഖാദർ ഹാജി എന്ന മഹാപണ്ഡിത ശ്രേഷ്ഠന്റെ കടന്നുവരവ്. തിരൂരിലെ അരീക്കാടിൽ ജനിച്ചു വളർന്നതാണെങ്കിലും രാമനാട്ടുകര ചെമ്മല്ല് മഹല്ലിൽ സേവനം ചെയ്തതും തുടർന്ന് കുറുവങ്ങോത്ത് മഹല്ലിൽ നിന്ന് വിവാഹം കഴിച്ച് പ്രദേശത്ത് താമസമാക്കിയതും മഹല്ലിൽ ദീനീ ചലനങ്ങൾ സജീവമാക്കാനുള്ള നിമിത്തങ്ങളായിരുന്നു. പ്രദേശവാസികൾ സ്നേഹത്തോടെ ഉസ്താദ് എന്ന് അദ്ദേഹത്തെ വിളിച്ചു. മഹല്ലിലെ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും കാലത്ത് ഒരു കോട്ടവും തട്ടാതെ പ്രവർത്തനങ്ങൾക്ക് നേതൃപദവി അലങ്കരിച്ച് കുറുവങ്ങോത്തിന് ഊർജം പകർന്നത് ഉസ്താദിന്റെയും പൂക്കുത്ത് അബൂബക്കർ എന്ന ബിച്ചുട്ടി മാസ്റ്ററുടെയും നേതൃനിരയിലുള്ള നല്ലവരായ ഒരുപാട് പേരുടെ നിസ്വാർത്ഥമായ സേവനങ്ങളായിരുന്നു. ഉസ്താദിന്റെ കാലത്ത് പള്ളിയുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കെ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും നേരിട്ടതിനാൽ വിഷയം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് അവതരിപ്പിക്കുകയും ശേഷം ആഴ്ചതോറും വെള്ളിയാഴ്ച രാവിൽ സ്വലാത്ത് മജ്ലിസ് ആരംഭിക്കാൻ പാണക്കാട് നിന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അന്നു മുതലുള്ള സ്വലാത്ത് മജ്ലിസ് ഇന്നും നടന്നുവരുന്നു. അതിനു പുറമെ അഹ്ലുസുന്നത്ത് നെഞ്ചിലേറ്റിയ മജ്ലിസുന്നൂർ ആത്മീയ സദസ്സും എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാനത്തെ വെള്ളിയാഴ്ചകളിൽ നടത്തപ്പെടുന്നു. 1950 മുതൽ മഹല്ലിലെ വിവിധ ഭാഗത്തു നിന്ന് കുരുന്നുകൾ മതപഠനാവശ്യാർത്ഥം തൻമിയത്തുൽ ഉലൂം കേന്ദ്ര മദ്രസയെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത്. പിന്നീട് നീണ്ട ദൂരം താണ്ടി മദ്രസയിൽ എത്തുന്നത് പ്രയാസകരമായതോടെ ക്രമേണ വെള്ളച്ചാലി, പെരുന്തൊടിപ്പാടം, കുറ്റിപ്പാല, വെസ്റ്റ് ചാലിപ്പറമ്പ് എന്നീ മഹല്ലിലെ വ്യത്യസ്ത കേന്ദ്രങ്ങളിലായി മദ്രസകൾ പ്രദേശത്തെ തന്നെ കമ്മിറ്റികളുടെ കാർമ്മികത്വത്തിൽ സ്ഥാപിച്ചു തുടങ്ങുന്നത്. മഹല്ലിലെ SKSSF യൂണിറ്റ് കമ്മിറ്റിക്ക് കീഴിൽ ആരംഭിച്ച റിഫാഇ ഇസ്ലാമിക് നഴ്സറി ആൻഡ് ഇംഗ്ലീഷ് സ്കൂളിന്റെ നടത്തിപ്പ് ആവശ്യമായ പരിഷ്കരണങ്ങൾ നിർവഹിച്ച് നൂതനമായ സൗകര്യങ്ങളോടെയും പഠനാന്തരീക്ഷങ്ങളോടെയും സ്വന്തമായി ഒരു ബിൽഡിംഗ് നിർമ്മിച്ച് മൻഹജ് പബ്ലിക് സ്കൂൾ എന്ന പേരിൽ പിൽക്കാലത്ത് മഹല്ല് കമ്മിറ്റി ഏറ്റെടുത്തു. സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം കാലാന്തരേണ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഫണ്ട് ശേഖരണാവശ്യാർത്ഥം കമ്മിറ്റി ഇറങ്ങിയപ്പോഴെല്ലാം അതിനെ നെഞ്ചിലേറ്റി ഇന്ന് കാണുന്ന രീതിയിൽ സൗകര്യപ്പെടുത്താൻ സഹായിച്ച മഹല്ലിലെ സുമനസ്സുകളെ നന്ദിയോടെയും പ്രാർത്ഥനയോടെയും ഓർക്കുന്നു. നാഥൻ അവരെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
നിലവിൽ ദാറുൽ ഹുദയുടെ 20-ൽ പരം സഹസ്ഥാപനങ്ങളിൽ ഒരു മഹല്ല് കമ്മിറ്റിക്ക് കീഴിൽ നടന്നുവരുന്ന ഏക സ്ഥാപനമാണ് മൻഹജുർ റഷാദ്. ദറസ് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ ഉസ്താദ് ദാറുൽ ഹുദയിൽ പോയി കമ്മിറ്റിക്ക് മഹല്ലിൽ ഒരു സ്ഥാപനം തുടങ്ങുവാൻ വേണ്ടി അനുമതി ചോദിക്കുകയായിരുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള സ്ഥാപനങ്ങളിൽ പോയി പാറയിൽ പ്രദേശത്ത് സ്ഥാപനം തുടങ്ങുന്നതിന്റെ സാധ്യതകൾ പഠിക്കാനാവശ്യപ്പെടുകയായിരുന്നു. കുറുവങ്ങോത്ത് മഹല്ലിന് കീഴിൽ അങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നതിന്റെ പരിമിതികളുടെ പരിഹാരമാർഗങ്ങൾ അവർ തേടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ 2004 ഡിസംബർ 6 സ്ഥാപനം ആദ്യത്തെ ബാച്ചിന് പള്ളിയുടെ മുകളിലത്തെ ചെറിയ സൗകര്യത്തിൽ പ്രാരംഭം കുറിച്ചു. വർഷാവർഷം സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കേണ്ടി വന്നപ്പോൾ ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റു സൗകര്യങ്ങളും ചെയ്ത് നിലവിലെ സ്ഥിതിയിൽ മഹല്ലിൽ ഒരു ബൃഹത്തായ സ്ഥാപനം നടന്നുവരാൻ കാരണം ഉസ്താദിന്റെ ദീർഘവീക്ഷണമുള്ള ദർശനവും ഇച്ഛാശക്തിയും കൊണ്ടായിരുന്നു. ഉസ്താദിന്റെ വീക്ഷണങ്ങൾക്ക് നിറം പകർന്നത് അതിനോട് സാമ്പത്തികമായും ശാരീരികമായും സഹകരിച്ച സുമനസ്സുകളായ നാട്ടുകാരുടെ പിന്തുണയും സ്തുത്യർഹമായിരുന്നു. വർഷം തോറും പരിശുദ്ധ റമളാനിലെ ഒരു വെള്ളിയാഴ്ച സ്ഥാപനത്തിലേക്ക് അടുത്ത അധ്യയന വർഷത്തിലേക്ക് ആവശ്യമായ വിഭവ സമാഹരണത്തിന്റെ ശേഖരണം നടത്തുകയും മഹല്ലിലെ വീടുകളിൽ കയറിയിറങ്ങി കോളേജിലെ മുതഅല്ലിമീങ്ങൾക്കാവശ്യമായ അരി, പഞ്ചസാര, മറ്റ് പലചരക്കുകളുടെ ലിസ്റ്റ് കൈമാറി അംഗങ്ങളെക്കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നതാണ് പതിവ്. നാട്ടുകാർ അതൊരാവേശമായി അത്യാവശ്യമായി കണക്കാക്കി തന്നാലായത് വിഭവ സമാഹരണത്തിലേക്ക് ഏറ്റെടുത്ത് സംരംഭത്തെ വിജയിപ്പിക്കുകയും ചെയ്യുന്നു. സ്ഥാപനത്തോട് കൂടെ നിന്ന് സഹായിക്കുന്നവർക്ക് വേണ്ടി ആഴ്ചതോറും എല്ലാ തിങ്കളാഴ്ച അസർ നിസ്കാരാനന്തരം പ്രത്യേക യാസീൻ ഓതിയുള്ള പ്രാർത്ഥനാ സദസ്സും വെള്ളിയാഴ്ചകളിൽ ജുമുഅക്ക് ശേഷം ഹ്രസ്വമായ സിയാറത്തും ദുആയും നടന്നുവരുന്നു. മഹല്ല് കമ്മിറ്റിക്ക് കീഴിൽ ഒരു ബൃഹത്തായ സ്ഥാപനം എന്ന ആശയം പല മഹല്ലുകളിലും നടപ്പിലാക്കി പരാജയപ്പെട്ടപ്പോൾ 2 പതിറ്റാണ്ട് കാലമായി പ്രയാസത്തോടെയാണെങ്കിലും പഠനം മുടക്കാതെ മുന്നോട്ടു പോയത് ഉസ്താദിന്റെ ക്രാന്ത ദർശനവും നാട്ടുകാരുടെ പിന്തുണയും സമഞ്ജസമായതുകൊണ്ട് മാത്രമാണ്. ഒരു മഹല്ലി എന്ന ഉത്തരവാദിത്തത്തിൽ ചെയ്തതിനേക്കാളേറെ ഭാവിയിൽ നമുക്ക് ചെയ്യാനുണ്ട്. മഹല്ലിന്റെ പരിധിയിൽ വരുന്ന 900-ൽ പരം വീടുകളും അതിന്റെ അംഗങ്ങളും മഹല്ലിന്റെ നവജാഗരണ പ്രവർത്തനത്തിന്റെ ഭാഗമാകേണ്ടതുണ്ട്. ഇച്ഛാശക്തിയുള്ളവരും നിഷ്കാമകർമ്മികളുമായ മഹൽ വ്യക്തിത്വങ്ങൾ നാട്ടിൽ നന്മയുടെ ധ്വജവാഹകരാകാൻ മുന്നിട്ടിറങ്ങിയപ്പോൾ അതിനെ ഏറ്റെടുത്ത് നടത്താൻ ഒരു പറ്റം നല്ലവരായ മനുഷ്യരുമുണ്ടായിരുന്നു. അങ്ങനെ ഒരുമയോടെ ഒത്തുപിടിച്ചിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. ഇനി ഖിയാമം വരെ ദീനീ ചലനങ്ങളുമായി നവതലമുറകൾക്ക് അതിൻ്റെ സന്ദേശവും സൗന്ദര്യവും പകർന്ന് നമുക്കൊരുമിച്ച് മഹല്ലിനെ ചലിപ്പിക്കണം, മുന്നോട്ട് കൊണ്ടുപോകണം. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ മിൻ ബഅദിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഅ വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅ ഫഅലൈഹി വിസ്റുഹാ വ വിസ്റു മൻ അമില ബിഹാ മിൻ ബഅദിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഔസാരിഹിം ഷൈഅ. പരിശുദ്ധ ഇസ്ലാമിൽ ആരെങ്കിലും ഒരു നന്മ തുടങ്ങിവച്ചാൽ അതിന്റെ പ്രതിഫലത്തിന് പുറമെ ശേഷം ആ നന്മയിൽ ആരൊക്കെ ഭാഗവാക്കാവുന്നുവോ അതിന്റെ പ്രതിഫലവും തുടങ്ങിവെച്ചയാൾക്കുണ്ട്. ഇരുവരുടെ പ്രതിഫലത്തിൽ ഒരു കുറവും വരികയുമില്ല. പ്രത്യുത തിന്മയുടെ കാര്യവും ഇങ്ങനെ തന്നെ. ഒരു തിന്മ തുടങ്ങിവെച്ചയാൾക്ക് ലഭിക്കുന്ന ശിക്ഷയ്ക്ക് പുറമെ ആ തിന്മ ഭാവിയിൽ ആരൊക്കെ ചെയ്തുവോ അതിന്റെ ഒരു ശിക്ഷാവിഹിതവും തുടങ്ങിവെച്ച ആൾക്കുണ്ടാകും. നന്മകളുടെ സഹസഞ്ചാരികളാവുക, തിന്മയെ നിരുത്സാഹപ്പെടുത്തുക.